ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ്. ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തക്കാളിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവോള വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, 5-6 വറ്റൽമുളക് വേണം, പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മൾ ആദ്യം തന്നെ തക്കാളി പകുതി മുറിച്ചിട്ട് പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. അതിനുശേഷം ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം. തക്കാളിയുടെ സ്കിന്നൊക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നന്നായി മൂപ്പിച്ചെടുക്കണം, നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. വറ്റൽമുളകും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമ്മൾ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉള്ളി അത്രേ വേണ്ടുള്ളൂ നമുക്ക്. അത് നന്നായി വഴറ്റി കൊടുക്കണം, നല്ലപോലെ വഴറ്റി വരണം. ഉപ്പൊന്നും നമ്മളിപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സവോളയും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തി റെഡിയാക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡിയായി കിട്ടിയിട്ടുണ്ട്. വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി, സബോള, തക്കാളി എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ തക്കാളിയുടെ സ്കിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്കെല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുക. തക്കാളി, വറ്റൽമുളക്, വെളുത്തുള്ളി, ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കുക. നമ്മുടെ ചമ്മന്തി ഇവിടെ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ ചപ്പാത്തി, ദോശയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. വേറെ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി നമുക്ക്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.